മരിക്കുന്നതിന് മുൻപ് അവർ ഒരുപാട് വാതിലുകളിൽ മുട്ടിയിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ നിലവിളി കേൾക്കാൻ സമൂഹത്തിന് കഴിഞ്ഞില്ല. ദാരിദ്ര്യം മൂലം ഒരു കുടുംബം മുഴുവൻ പുഴയിലേക്ക് പോകേണ്ടി വന്നു. ഒരച്ഛൻ, കാഴ്ച പരിമിതിയുള്ള ഒരമ്മ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കുക. ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ, ദാരിദ്ര്യമില്ലാത്ത കേരളമെന്ന് നവമാധ്യമങ്ങളിലൂടെ സർക്കാരും രാഷ്ട്രീയക്കാരും വിളിച്ചു പറയുമ്പോൾ ഒന്നോർക്കുക, ദാരിദ്ര്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും കുടുംബങ്ങളും ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇതുപോലെ ഒരു കുടുംബത്തിന് ഇപ്രകാരമുള്ള ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ.